കരിയർ വെബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കോശങ്ങളും കോശജാലങ്ങളും എന്ന ചാപ്റ്റർ എടുത്തപ്പോൾ ഇനിയാണ് നമ്മൾ ബയോളജിയിലേക്ക് കടക്കുന്നതെന്ന്. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് നോക്കാം. ജീവൽ പ്രക്രിയകളിലേക്ക്. ക്ലാസ് കാണാത്തവർ ക്ലാസ് കാണുക. നിങ്ങൾ SCRT സീരീസിൻ്റെ ഭാഗമാവാൻ വേണ്ടി കരിയർ വെബിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജീവൽ പ്രക്രിയകളിലേക്ക്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്നാണ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് പോലെ പറഞ്ഞിരിക്കുന്നത്. ജീവൻ്റെ താക്കോൽ. കൃത്രിമമായി ജീവൻ സൃഷ്ടിക്കാനാവുമോ? എത്രയോ കാലം മുൻപ് ശാസ്ത്രം ഏറ്റെടുത്ത വെല്ലുവിളിയാണിത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തീവ്രമായത് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകം പിന്നിട്ടതിന് ശേഷമാണ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായി. കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈക്കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത്. സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയയ്ക്ക് കഴിയും. ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. പ്രകൃതിയിൽ കാണപ്പെടുന്ന ബാക്ടീരിയയും ലാബിൽ നിർമ്മിക്കപ്പെട്ട ബാക്ടീരിയയും തമ്മിലുള്ള ഒരു സാങ്കല്പിക സംഭാഷണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ശാസ്ത്രലോകത്ത് സംഭവിച്ച വിസ്മയകരമായ മുന്നേറ്റമായിരുന്നു കൃത്രിമ ബാക്ടീരിയയുടെ നിർമ്മാണം. അപ്പോൾ ജനിതക എഞ്ചിനീയറിങ്ങിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മളെ പ്രസൻറ്റ് സിറ്റുവേഷനിലുണ്ട്, നമ്മളെ ഈ ലോകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. എത്രത്തോളം നമ്മളെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം. ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശങ്ങളിലാണ് ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത്. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാണ് ഈ തന്മാത്രകൾ രൂപപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവ ബയോമോളിക്യൂൾസ് എന്നറിയപ്പെടുന്നു. ബയോമോളിക്യൂൾസിന് എക്സാമ്പിളാണ് കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. അതിന് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡ്സ് ആണ് കൊഴുപ്പുകൾ, എണ്ണകൾ, എൻസൈമുകൾ. പ്രോട്ടീനുകളാണ് ഹോർമോൺസ്, ആൻറ്റിബോഡീസ്. ന്യൂക്ലിക് ആസിഡ്സ് ആണ് DNA, RNA. ബയോമോളിക്യൂൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാവുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസം 2 തരത്തിലുണ്ട്, നിങ്ങൾക്കറിയാം. ആനബോളിസം ആൻഡ് കാറ്റബോളിസം. ആനബോളിസം എന്ന് പറയുന്നത് എന്താണ്? തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനമാണ്. അതായത് സംയോജനമാണ് എന്ത്? ആനബോളിസം. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന അനബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന കാറ്റബോളിസവും ചേർന്നതാണ് എന്ത്? മെറ്റബോളിസം. ഒരു കുഞ്ഞു കണക്കിൻ്റെ വലുപ്പം. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 37 ട്രില്യൺ കോശങ്ങളുണ്ട്. ഓരോ കോശത്തിലും ഓരോ സെക്കൻഡിലും 100 കോടി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡിൽ ശരീരകോശങ്ങളിൽ ആകെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എത്രയാണ്? നിങ്ങൾ താഴെ കണ്ടില്ലേ? അപ്പം അത്രയും കാര്യങ്ങൾ നമ്മളൊരു കുഞ്ഞ് ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മെറ്റബോളിസം, ആനബോളിസം. മെറ്റബോളിസം 2 തരത്തിലുണ്ട്, ആനബോളിസം, കാറ്റബോളിസം. ഞാൻ പറഞ്ഞു, ആനബോളിസം എന്ന് പറയുന്നത് സംയോജനമാണ്. കാറ്റബോളിസം പ്രോട്ടീൻ വിഘടനമാണ്. എന്ത്? കാറ്റബോളിസം. അനബോളിസം കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഒരു അനബോളിസം പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളാവുന്നതാണ് കാറ്റബോളിസം. മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകൾ, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകളും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ചുവടെ നൽകിയ വിവരണം വിശകലനം ചെയ്യുക. എൻസൈമുകളും ഹോർമോണുകളും. ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ്. ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയരസത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്.
ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ തരം എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. ജീവികളിൽ മെറ്റബോളിസത്തിന് ആവശ്യമായ ചില ഘടകങ്ങൾ കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ. മെറ്റബോളിസത്തിന് ആവശ്യമായ മറ്റനവധി ഘടകങ്ങൾ അവയുടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശത്തിനുള്ളിൽ എത്തുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അമീബ, താഴെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. അമീബ, ബാഹ്യ പരിസരം. ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്തു നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. കോശങ്ങൾക്കിടയിലെ ദ്രവം ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും, ജന്തുക്കളിൽ എങ്ങനെയാണ്? കോശങ്ങൾക്കിടയിലെ ദ്രവമാണ്. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിനുള്ളിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഒരു ഡിഫറൻസിയേഷൻ നോക്കി വെക്കുക. സസ്യങ്ങളിൽ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ അമീബ പറഞ്ഞു, ഏകകോശ ജീവിയിൽ പറഞ്ഞു, ജന്തുക്കളിൽ പറഞ്ഞു. സസ്യങ്ങളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. കോശഭിത്തിയിലൂടെ, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ, തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെ. അപ്പോൾ പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാത എവിടെയാണ് കാണപ്പെടുന്നത്? സസ്യങ്ങളിലാണ്. ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ. കോശഭിത്തി എവിടെയാണ് കാണുന്നത്? സസ്യങ്ങളിലാണ്. മറ്റേതിൽ സെൽ മെംബ്രെയിൻ ആയിരിക്കും. ബാഹ്യ പരിസ്ഥിതി പോലെ ആന്തര പരിസ്ഥിതിയുമുണ്ടോ? എന്താണ് നിങ്ങളെ ഒരു അനുമാനം? എന്താണ്? നമുക്ക് നോക്കാം. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നതാണ് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്നു. സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം, ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നു. മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തേണ്ടതുണ്ട്. ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും. മെറ്റബോളിസത്തിന് ആവശ്യമായ ലഘുഘടകങ്ങൾ ആന്തര പരിസ്ഥിതിയിൽ നിന്നും കോശസ്തരത്തിലൂടെ കോശത്തിനുള്ളിൽ എത്തുന്നു എന്ന് മനസ്സിലായല്ലോ. ഇതിന് കോശസ്തരം എത്രമാത്രം അനുയോജ്യമാണ്. പദാർത്ഥ വിനിമയം കോശസ്തരത്തിലൂടെ. കോശസ്തരത്തിൻ്റെ ഘടനയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോശസ്തരത്തിൻ്റെ ഘടന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. കോശസ്തരം എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കോശസ്തരത്തിലെ മുഖ്യ ഘടകങ്ങൾ ഏതെല്ലാമാണ്? കോശസ്തരം ഒരു പിക്ചർ അവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. കോശസ്തരം പ്ലാസ്മ സ്തരം എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാവൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനാകും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലെ പ്രത്യേക തരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനാകൂ. പ്ലാസ്മ സ്തരത്തെ വരണധാര്യസ്ഥലം, സെലക്റ്റീവ്ലി പെർമിയബിൾ, സെമി പെർമിയബിൾ മെംബ്രെയിൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് പ്ലാസ്മ സ്തരം വരണധാരി സ്ഥലം എന്ന് പറയുന്നത്? കാരണം ചില തന്മാത്രകൾക്ക് മാത്രമേ, സെലക്റ്റീവായിട്ടുള്ള പാർട്ടിക്കിൾസിന് മാത്രമേ അതിലൂടെ കടന്നു പോകാൻ പറ്റൂ. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനാവൂ. കോശത്തിനകത്തേക്കും പുറത്തേക്കും നിരന്തരം തന്മാത്രകൾ കടന്നു പോകുന്നുണ്ട്. പ്ലാസ്മ സ്തരത്തിലൂടെ ജലതന്മാത്രകൾ കടന്നു പോകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിനായി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനം നോക്കുക. ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ നോക്കണ്ട. കാരണം നമ്മുടെ ടൈം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യമുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടല്ലോ നമുക്ക്. ജലതന്മാത്രകൾ അവിടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഇന്ന് ഓസ്മോസിസ്. ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് ഓസ്മോസിസിലൂടെയാണ്. ജലത്തെ കൂടാതെ മറ്റ് ഘടകങ്ങളുമുണ്ടല്ലോ, അവ എങ്ങനെയാകും കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത്? അർദ്ധധാര്യ സ്ഥലത്തിലൂടെയും അല്ലാതെയും ഡിഫ്യൂഷൻ നടക്കും. അപ്പോൾ എന്താണ്
ഓസ്മോസിസും നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? ഊർജ്ജം ആവശ്യമുള്ളതാണ് എന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഗാഢത കൂടിയിടത്തു നിന്നും കുറഞ്ഞിടത്തേക്ക് പോകുന്നതാണ് ഓസ്മോസിസ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ്? പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് എന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പോൾ വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമുള്ളതാണ് എന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് എന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നതാണ് എന്ത്? ഓസ്മോസിസ്. ആ പിക്ചേഴ്സൊക്കെ നിങ്ങൾ നോക്കുക. തന്മാത്രകളുടെ ഒഴുക്കിൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഓസ്മോസിസിൽ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ, ദെൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് നിങ്ങൾ അനലോകനം ചെയ്യാം. ദെൻ കോശത്തിനുള്ളിൽ പദാർത്ഥ കണികകളെ എത്തിക്കുന്നതിനും അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും പ്ലാസ്മ സ്തരം വഹിക്കുന്ന പങ്ക് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ. അവയ്ക്കും പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത്? പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ക്ലോറോഫിൽ വേണം, സൂര്യപ്രകാശം വേണം. ഏതൊക്കെയാണ്? ലിസ്റ്റ് ചെയ്യുക നിങ്ങൾ. എന്തൊക്കെയാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്ന്. ദെൻ ക്ലോറോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന മുകളിൽ കൊടുത്തിരിക്കുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹരിതകണം. ഹരിതകണം കാണപ്പെടുന്ന ഒരു ഇതാണ്. നമ്മൾ പ്ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ, ശ്വേതകണം, ഹരിതകണം ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന, ക്ലോറോഫിലിൻ്റെ സ്ഥാനം, ഹരിതകണത്തിൻ്റെ സ്ഥാനം ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫില്ല് കാണപ്പെടുന്നത്. ക്ലോറോഫിലിൻ്റെ സ്ഥാനം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. ഇത് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രകാശഘട്ടം എന്ന് പറയുന്നത് ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് പ്രകാശഘട്ടം. ആ വേർഡ് തന്നെ നമുക്ക് കിട്ടും. പ്രകാശം ഉപയോഗിക്കാത്ത ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. പ്രകാശഘട്ടത്തിൽ എന്താ നടക്കുന്നത്? ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ജലം H2O എങ്ങനെയാണ്? ഹൈഡ്രജൻ തന്മാത്രയെ ഓക്സിജൻ തന്മാത്രയാവുന്നു. ഇരുണ്ട ഘട്ടം, ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജവും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ഓക്സിജൻ പുറന്തള്ളുന്നു പ്രകാശഘട്ടത്തിൽ. ദെൻ ഇരുണ്ട ഘട്ടത്തിൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഓക്സിജൻ പുറന്തള്ളി ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നത് പ്രകാശഘട്ടത്തിലാണ്. അപ്പോൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് തന്നിരിക്കുന്നത്, നിങ്ങൾ നോക്കി വെക്കുക. പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നു, ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഇരുണ്ട ഘട്ടത്തിൽ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. മെൽവിൻ കാൽവിൻ ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? മെൽവിൻ കാൽവിൻ. പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം തന്നെ വേണമെന്നുണ്ടോ? LED ലൈറ്റിൻ്റെ പ്രകാശത്തിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമോ? എങ്ങനെയാണ്? LED ലൈറ്റിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമോ? പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങളൊക്കെ നിങ്ങൾ ഉൽപ്പന്നങ്ങളും അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? സൂര്യപ്രകാശം, ക്ലോറോഫിലിൻ്റെ സാന്നിധ്യത്തിലാണ് എന്ത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ക്ലോറോഫിൽ ആവശ്യമാണ് പ്രകാശ സംശ്ലേഷണത്തിന്. ഗ്ലൂക്കോസിൽ നിന്ന് വിവിധ പോഷകങ്ങൾ. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് അത് അലേയമായ അന്നജമാക്കി സ്റ്റാർച്ച് ആക്കി സംഭരിക്കുന്നു. അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. അന്നജം മെറ്റബോളിസത്തിന് വിധേയമായി നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു.
സമുദ്രം ഒരു വിസ്മയം. ഭൂമിയുടെ 3/4 എന്താണ്? സമുദ്രമാണ്. ലക്ഷക്കണക്കിന് ജീവജാതികളും നിരവധി ആവാസങ്ങളും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? പസഫിക്. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ ഈ മേഖലയിൽ ജീവിക്കുന്നു. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ, 200 to 1000 മീറ്റർ എന്നാണ് ഡിസ്ഫോട്ടിക് മേഖല. ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമാണെങ്കിലും സസ്യകേന്ദ്രീകൃതമായ ജീവജാലികയാണ് ഇവിടെയും. 1000 മീറ്ററിന് താഴെ എഫോട്ടിക് മേഖല. ഇവിടെ ലഭ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. പ്രകാശ സംശ്ലേഷണം നടക്കാൻ എന്താണ് പ്രാഥമികമായിട്ട് വേണ്ടത്? പ്രകാശമാണ് വേണ്ടത്. സൂര്യപ്രകാശം എത്താത്തൊരു സ്ഥലത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുമോ? ഇല്ല. എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട്. 2050 ആകുമ്പോഴേക്കും സമുദ്രത്തിലെ മത്സ്യസമ്പത്തിൻ്റെ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാരം പിന്തള്ളുമെന്ന UN-യുടെ പ്രവചനം ഞെട്ടലുളവാക്കുന്നതാണ്. സമുദ്രം ഒരു വിസ്മൃതിയാവാതെ വിസ്മയമായി മനുഷ്യചിന്തയെ ഇനി പ്രചോദിപ്പിക്കട്ടെ. അപ്പോൾ സമുദ്ര സംരക്ഷണമൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ജീവൻ നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നതിൽ എല്ലാ ഘടകങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ട്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ ഇതിനു മുന്നേ നമ്മൾ നോക്കിയില്ല. സസ്യങ്ങൾ, അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഈ മെറ്റബോളിസം ഇതിനെ പറ്റിയാണ് പറയുന്നത്. സസ്യങ്ങൾ മെറ്റബോളിസത്തിലൂടെ നിർമ്മിക്കുന്ന പോഷകങ്ങൾ ആഹാരത്തിലൂടെ സസ്യബുക്കുകളിൽ എത്തുന്നു. സസ്യബുക്കുകളെ മാംസബുക്കുകൾ ആഹാരമാക്കുന്നു. നമ്മൾ പ്രാഥമിക ഉപഭോക്താക്കൾ, ദ്വിതീയ ഉപഭോക്താക്കൾ, തൃതീയ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിരുന്നു. പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? സസ്യബുക്കുകളാണ്. ഹരിതസസ്യങ്ങളെ ഭക്ഷിക്കുന്നവർ. കരയിലെ പോലെ ജലത്തിലും സസ്യങ്ങൾ വളരുന്നുണ്ട്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ നല്ലൊരു ഭാഗം സമുദ്രത്തിലെ ഉൽപ്പാദകരാണ് പുറന്തള്ളുന്നത്. മലിനീകരണമാണ് സമുദ്ര ആവാസ വ്യവസ്ഥകൾ നേരിടുന്ന കടുത്ത ഭീഷണി. തന്മൂലം ജീവികൾ വൻതോതിൽ വംശമറ്റു പോകുന്നു. സമുദ്ര മലിനീകരണം തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾ ഒക്കെയാണ് നമ്മൾ ജസ്റ്റ് നോക്കി വെക്കുക ഇതെല്ലാം. ദെൻ കണ്ടൽക്കാട് പ്രകൃതിയുടെ വരദാനം. കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 1975 70,000 ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു. അതിൽ 98% നശിപ്പിക്കപ്പെട്ടു. അമൂല്യമായ സേവനങ്ങളാണ് കണ്ടലുകൾ പരിസ്ഥിതിക്ക് നൽകുന്നത്. എന്തൊക്കെയാണ്? മത്സ്യസമ്പത്തിൻ്റെ ഉറവിടമാണ്, ജൈവവൈവിധ്യത്തിൻ്റെ കലവറ, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം, നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം, സുനാമിയെ തടയൽ, ഇതൊക്കെ കണ്ടൽക്കാടുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, കല്ലേൽ പൊക്കുടൻ നിങ്ങൾക്കറിയാം. കണ്ടൽക്കാടുകളിലുള്ള ജീവിതം ആരുടെ ആത്മകഥയാണ്? കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൽ പൊക്കുടൻ. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകരാണ് കല്ലേൻ പൊക്കുടൻ. 100,000-ലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു. അതായത് കൃത്രിമമായുള്ള സാഹചര്യത്തിലല്ല അത് വളർത്തേണ്ടത്, അതൊരു സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലാണ് അതിനെ വളരാൻ അനുവദിക്കേണ്ടത്. പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം എന്നോണം അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്ന് വിളിച്ചു. പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എന്ത്? കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. കണ്ടൽക്കാടുകളെക്കുറിച്ച് പഠിക്കാൻ ഒരു സ്കൂൾ എന്ന സ്വപ്നം ബാക്കി വെച്ചാണ് അദ്ദേഹം യാത്രയായത്. പിന്നെ ഓരോ പ്രവർത്തനങ്ങളാണ്, സ്റ്റുഡൻസിൻ്റെ ബുക്ക് ആയതുകൊണ്ട് ഒരു പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ വിശദമായിട്ട് നോക്കി. ജീവൽ പ്രക്രിയകളിലൂടെ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. എന്താണ് മെറ്റബോളിസം, എന്താണ് അനബോളിസം. മെറ്റബോളിസത്തിൻ്റെ 2 പാർട്ടാണ്, അനബോളിസം, കാറ്റബോളിസം. കാറ്റബോളിസം എന്ന് പറയുന്നത് വിഘടനമാണ്, അനബോളിസം സംയോജനമാണ്. എന്താണ്? പ്രകാശ സംശ്ലേഷണം. പിന്നെ കണ്ടൽ പൊക്കുടൻ, കണ്ടൽക്കാടുകളിൽ നോക്കി കോശത്തിന് എങ്ങനെയാണ്
ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, എങ്ങനെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് നമ്മൾ നോക്കി. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നോക്കി വെക്കുക നിങ്ങൾ, എന്താണ് മെറ്റബോളിസം, എന്താണ് അനബോളിസം, എന്താണ് കാറ്റബോളിസം എന്നൊക്കെ നോക്കി വെക്കുക. ഒരു ചാപ്റ്റർ നമ്മൾ മിസ്സാക്കുന്നില്ല, എല്ലാ ചാപ്റ്ററും നമ്മൾ എടുത്തു പോവും. ഓക്കെ, എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക്, ഒരു PDF നമ്മൾ ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. ഓക്കെ, ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇനിയുള്ള ക്ലാസ്സിന് വേണ്ടിയിട്ട് മുൻപേ ഉള്ള ക്ലാസ് നിങ്ങൾ കാണുക. എന്നാൽ മാത്രമേ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു എഫക്റ്റീവായിട്ടുള്ള പഠനത്തിന് ഒരു കണ്ടിന്യൂഷൻ എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ അത് കണ്ടിന്യൂഷൻ വേണമെങ്കിൽ നിങ്ങൾ ക്ലാസ് കാണുക. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, SCRT സീരീസിൻ്റെ ഭാഗമായി കരിയർ വെബിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.